ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി ചായക്കൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ പക്കോടയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് മിക്സൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും വരും കേട്ടോ. ഒരു കുഞ്ഞു മിക്സിൽ നിന്നാണ് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടുന്നത്. ഇതേപോലുള്ള കുട്ടി കുട്ടി സ്നാക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അവ കഴിക്കുമ്പോൾ ഒരുപാടൊക്കെ തണുത്തൊന്നും പോവാതെ ചെറു ചൂടോടുകൂടി നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള പക്കോട റെഡിയാക്കുന്നത് നോക്കാം. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ പക്കോട റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെയും എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അതേ കപ്പിന് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും മൈദയും തൈരും എല്ലാം നമ്മൾ 1/2 കപ്പ് വീതം വെച്ചിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ തൈര് എടുത്ത അതേ കപ്പിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഒഴിക്കരുത്. ആദ്യമേ കുറച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടതാ, ഇതേപോലെ കുറച്ച് ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടതാ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്ന് കരുതി വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടില്ല, തീരെ അങ്ങ് കുറഞ്ഞും പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ഒന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടത് കുറച്ച് അവലാണ്. ഒരു 4-5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അവലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് കനമൊന്നുമില്ലാതെ തീരെ കനം കുറഞ്ഞ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ അവലുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കനമുള്ള അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ള അവലോ ചുമന്ന അവലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നികത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടതാ, ഇതേപോലെ നികത്തെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നോളും. അപ്പോൾ നമ്മുടെ അവലൊക്കെ കുതിർന്ന് വരുന്ന സമയത്ത് ഒരു മിക്സും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് തലേന്നൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്താലും മതിയാവും. ഇപ്പോൾ കറിക്കൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കുറച്ച് ബാക്കി വന്നാലും ഇതുപോലെ നമുക്ക് എടുത്ത് സ്നാക്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുതിർന്ന് കഴിഞ്ഞിട്ടുള്ള അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീരെ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസും അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം പതുക്കെ ഒന്നിങ്ങ് ഒതുക്കിയെടുത്തിട്ടുണ്ട്. തീരെ ഫൈനായിട്ട് ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ഒന്നും ആക്കരുത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ പതുക്കെ ഒന്നിങ്ങ് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കില്ലേ, അതേപോലെ അങ്ങ് ഒതുക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയുടെയും മൈദയുടെയും അതേപോലെ തന്നെ തൈരിൻ്റെയും ഈ മിക്സ് ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ നേരിട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. കുട്ടി സ്നാക്സ് ആകുമ്പോൾ ഒരുപാട് കഴിക്കുകയും ചെയ്യും, മാത്രമല്ല ചൂടോട് കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അവലും പതുക്കെ ഒന്നിങ്ങ് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, പതുക്കെ ഇതേപോലെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമ്മുടെ അവലും കൂടി ഈ മിക്സിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളതിനകത്തേക്ക് വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കുറച്ച് കായത്തിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് അത്രമാത്രം മതിയാവും. ഇനിയിപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്. കൂടെ തന്നെ കറിവേപ്പിലയോ അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയോ ഒരു ചെറിയൊരു പിടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ സ്നാക്സിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങാനും വെള്ളം കുറച്ച് കൂടി പോവുമോ, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലെടുത്ത് നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റാത്ത പരുവത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എടുക്കുന്ന ആ തൈരിൻ്റെ ഒരു കട്ടിയും അതേപോലെ തന്നെ അരിപ്പൊടിയുടെ ഒക്കെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും, ചിലപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലിതായി ഇതേപോലെ കുറച്ച് എടുത്ത് നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്സ് റെഡിയാക്കുമ്പോൾ ഒരുപാട് വലിയ സ്നാക്സ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കുട്ടി സ്നാക്സ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അതായിരിക്കും കാണാനും നല്ലത്, മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതേപോലെ കുട്ടിയായിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഇതാ ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഒന്നും മറിച്ചിട്ട് കൊടുക്കുവാണ്. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ശരിക്കും ഇങ്ങ് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് വശവും ഇങ്ങ് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ സ്നാക്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് വശം കളറൊക്കെ ഒന്ന് മാറി ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്നാക്സും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, കുഞ്ഞിതാവുമ്പോൾ കാണാനാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടാവും, മാത്രമല്ല അങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിലും എളുപ്പം കുട്ടി സ്നാക്സ് ആയിട്ട് റെഡിയാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിൽ ഗ്രീൻ പീസൊക്കെ ബാക്കിയുള്ളപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പിടി ഗ്രീൻ പീസ് എടുത്ത് രാവിലെ ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. അങ്ങനെ താണ്ടേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ മീറ്റ്സും സ്നാക്സ് ആയിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ കെറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ തീരെ അങ്ങ് തണുത്ത് പോകാതെ കഴിക്കണം കേട്ടോ. തണുത്ത് പോയാലും കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും ആ ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് തണുക്കുമ്പോൾ കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് ശരിക്കും വെന്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ടുണ്ടാക്കിയ അടിപൊളി സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.